ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ പാസ്ത ഉണ്ടാക്കുന്നത്, അത് അവന്മാർക്ക് രണ്ടിനും ഇഷ്ടം ഇന്ന് പാസ്തയാണെന്നറിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇന്ന് അതിനായിട്ട് ഉള്ളിയൊക്കെ അറിഞ്ഞു. ഇപ്പം ഞാൻ ഇൻ്റർവ്യൂവിൽ വരാത്തതുകൊണ്ട് റോസ്മേരിൽ ഇപ്പോൾ ചോദിക്കും, നമ്മുടെ സ്വന്തം ബി ചേച്ചിയുടെ കയ്യെ കണ്ടല്ലോ എവിടെ പോയെന്ന്. ഇന്ന് ഇൻ്റർവ്യൂവിൽ വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇൻ്റർവ്യൂവിൽ വന്നില്ല കേട്ടോ. അപ്പോൾ ഞാനവിടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഞാൻ അപ്പുറത്തുനിന്ന് കുക്കറിൽ, ഞാനങ്ങനെ അന്നോ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടേ അതൊന്ന് ചൂടാകുമ്പം ഈ പാസ്ത ഇട്ടിട്ട് അതിൽ തന്നെ ഞാൻ വിസിലിടാതെ തന്നെ അടയ്ക്കാതെ തന്നെ അത് തിളയ്ക്കത്തില്ലേ, തിളയ്ക്കുന്ന ഉടനെ പിന്നെ തീ ഓഫാക്കിയിട്ട് അടപ്പിട്ട് കുക്കറിൻ്റെ അടപ്പ് അടച്ചിട്ട് വിസിലിട്ട് വെക്കും. എന്നിട്ട് പ്രഷർ പോയിട്ട് തുറന്നെടുക്കും. അപ്പോൾ ഞാൻ ഇതിൽ ഇച്ചിരിച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ഒന്ന് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആ മസാലയൊക്കെ മൂത്തണ്ണ ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാസ്ത ഞാൻ ഊറ്റിയിട്ട് കുറച്ച് നമ്മുടെ ടാപ്പിൻ്റെ താഴെ വെള്ളം തുറന്ന് വിട്ടിട്ട് ഒന്ന് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം അത് ഒട്ടത്തില്ല അത് ഒത്തിരി. എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അങ്ങ് പറഞ്ഞു പോയി, ഇല്ല പറയുന്ന ടൂണിൽ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ സോസും ഇച്ചിരി മയോണൈസ് കൂടെ ഒഴിച്ച് തീ അങ്ങ് ഓഫാക്കി കേട്ടോ. അപ്പോൾ പാസ്ത കുറച്ചൊന്ന് തട്ടിയിട്ടപ്പോഴേ ഓർത്ത്, അയ്യോ ഉപ്പ് ഇട്ടായിരുന്നോ? അപ്പോൾ ഇച്ചിരി നോക്കിയോണ്ടേ ഉപ്പ് ഇട്ടില്ല. ഇന്നാകെ കുളമായതിനെയായിരുന്നു. കുളമാവത്തില്ല, ലാസ്റ്റിലാന്നേലും ഇച്ചിരി ഉപ്പ് വെള്ളം ഒഴിച്ച് നീരാക്കി ഒഴിച്ചാലും കുഴപ്പമില്ല പാസ്തയൊക്കെ ആകുമ്പം. പിന്നെ ഈ നൂഡിൽസ് അങ്ങനെ ആകുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, അതെല്ലാം കൂടെ എല്ലായിടത്തും മിക്സ് ആവത്തില്ലല്ലേ. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടിട്ട്, പാസ്ത ഇച്ചിരി ഉപ്പിട്ടാണ് വേവിച്ചത്, പാസ്ത കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒഴിച്ചത് കൊണ്ട് നല്ല അലകലകായിട്ട് കിടന്നു, ഒന്നേലൊന്നേ തൊടാതെ. അന്നേരം ഒരു മുട്ടക്കറി വയ്ക്കാൻ ഒരു 2 സവാളയും ഒരു ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് ഇന്ന് ഒരു കറി പോലെ വയ്ക്കുക. പുഴുങ്ങിയ മുട്ടയാണ്, അല്ലാതെ നാളി ചെയ്തതുപോലല്ല. അപ്പം നേരത്തേക്ക് മീൻസ് വർഷങ്ങൾക്ക് മുമ്പിട്ട് റീച്ചാൻ ഈ പീലർ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞ്, നമ്മൾ നാട്ടിലൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പിച്ചാത്തിയും കൊണ്ട് യൂസ് ചെയ്തിട്ട് ഈ പീലർ യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പിച്ചാത്തി മതി, എനിക്കിത് വേണ്ടാന്ന്. അപ്പോൾ റീച്ച എന്നെ കുറേ ചെയ്ത് കാണിച്ചു. അവർക്കൊക്കെ ഇതാ എളുപ്പം, കുറേ കാണിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഇപ്പം ഞാൻ നോക്കിയോണ്ടേ അതിന് പിച്ചാത്തിയേക്കായി എളുപ്പം നമുക്ക് ഈ പീലറാണ്. അപ്പോൾ ഞാൻ പീലർ കൊണ്ട് തന്നെ ഇത് കുത്തിക്കളയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പിച്ചാത്തി കൊണ്ട് കുത്തിക്കളയേണ്ട ആവശ്യമില്ല. പക്ഷേ അത്രയും പൊട്ടറ്റോ പീലർ കൊണ്ടാകുമ്പോൾ കുറേ കൂടെ പൊട്ടറ്റോ പോകും. അതുകൊണ്ട് ഞാനങ്ങ് പിച്ചാത്തിയും കൊണ്ടങ്ങ് ചെയ്തതാണ്, എളുപ്പമാണ് നമുക്ക്. ഇപ്പം നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചാണ്, അയ്യോ ബിജി ഇത്രയ്ക്ക് എന്തോ അർക്കീസാണോ, ഹിന്ദിയിൽ കഞ്ചൂസ് എന്ന് പറയും, അർക്കീസുകാരിയാണോ, അരിപ്പിയാണോ, അങ്ങനെയൊക്കെ ഒരു വേടുണ്ടല്ലേ. അതല്ല, നമ്മൾ ഓരോ സാധനങ്ങൾക്കും അതിൻ്റേതായ മൂല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും കളയണ്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് പിച്ചാത്തി കൊണ്ട് കുത്തി കിഴിച്ചെടുത്തു. പിന്നെ പാത്രങ്ങളൊക്കെ ഞാൻ സോപ്പിട്ട് വെച്ചാൽ അതെല്ലാം കഴുകിയെടുക്കണം. ഞാനിവിടെ പാത്രം കഴുകിക്കൊണ്ട് തന്നെ അവിടെ ഒരുത്തൻ ഭയങ്കര പാട്ട്. അപ്പം ഞാനൊന്ന് വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് ഞാൻ ഫ്ലോപ്പായിപ്പോയി. ആശ കണ്ടുപിടിച്ച്, ഞാനിങ്ങനെ മൊബൈലിൽ നോക്കി നടന്നത്, മൊബൈൽ മുന്നോട്ട് വെച്ചത് ഞാൻ ശ്രദ്ധിച്ചില്ല. അവനപ്പോഴത്തേക്കിനത് കണ്ടുപിടിച്ച് നിർത്തിയപ്പോഴത്തേനങ്ങ്. അന്നേരം ഒരു കൃഷ്ണൻ പാട്ടാ, എന്നുള്ളമേ സ്തുതിക്ക നീ, ആ പാട്ട ആൾ ഇരുന്ന് പാടിയത്. അപ്പം ഞാനിങ്ങനെ പമ്മി നിന്ന് ഇവിടെ എടുത്തോണ്ടേ എൻ്റെ ആ സ്റ്റാൻഡ് ഇച്ചിരി അവനെ ഒന്ന് എടുക്കുക എന്നുള്ള രീതിയിൽ എന്നെ അവൻ കണ്ടില്ല, പക്ഷേ സ്റ്റാൻഡ് അവൻ കണ്ട്, അതും പൊക്കി പിടിച്ചോണ്ടാണ് ഞാൻ പോയത് കൈ. അപ്പം ഞാനിവിടെ സവാളയും ഈ ടൊമാറ്റോയും ഉരുളൻകിഴങ്ങും കറിവേപ്പിലും എല്ലാം കൂടെ ഒന്ന് മുട്ടക്കറിക്ക് വേണ്ടി വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ കപ്പ കഴിഞ്ഞ ദിവസം എന്ന് പറയാൻ 3-4 ദിവസമായി വാങ്ങിച്ചിട്ട് ഞാനത് ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പം കപ്പ ഞാൻ ആദ്യം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും ഒഴിച്ചിട്ട് തിളപ്പിക്കും. പക്ഷേ വേവുന്ന കപ്പയായിരുന്നു കേട്ടോ.
അപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങും ഇതെല്ലാം നന്നായി ഞാൻ കുറേ നേരം ചെറിയ തീയിലിട്ട് അതിൻ്റെ വെള്ളവും ഉരുളൻകിഴങ്ങിൻ്റെ വെള്ളവും സവാളയിലെ വെള്ളവും ടൊമാറ്റോയിലെ വെള്ളവും എല്ലാം കൂടെ ഇറങ്ങി നന്നായി എല്ലാം അങ്ങ് വെന്ത്. അപ്പോൾ ഇതിലോട്ട് ഇനിയും ഞാൻ പൊടികളാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാൻ ഇച്ചിരി ഇട്ടായിരുന്നു, അതുകൊണ്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. 3 ടീസ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ ഈ സൊസൈറ്റിയിൽ ഒരു ലേഡി വിൽക്കുന്നുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ്മീരി മുളക് പൊടിയും, പിന്നെ 1.5 ടീസ്പൂൺ നമ്മുടെ സാധാ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതും. അപ്പോൾ കടയിൽ നിന്ന് വെച്ചത് നേരത്തെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ആ മുളക് പൊടി കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ ആദ്യം ഇട്ടതാ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. അത് ഇത്തിരി ഡാർക്ക് കളറാണ്. പിന്നെ 1.5 ടീസ്പൂൺ അല്ലാത്തത്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ 1 ടീസ്പൂൺ കടലമാവ്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി കുറച്ച് നേരം ഞാൻ അടച്ചു കൊടുക്കും. കാരണം കടലമാവൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്, നല്ലൊരു പച്ചപ്പൊക്കെ ഒന്ന് പോകാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചപ്പെല്ലാം പോയി ഇപ്പം ആ മസാല തന്നെ ഉരുണ്ട് വരുന്ന കണ്ടോ. അപ്പോൾ അത് നന്നായിട്ട് മൂത്തൊക്കെ വന്നു. ഇതിലേക്ക് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചതേ. അപ്പോൾ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കടലമാവ് ഒത്തിരി ആവരുത്, ഒത്തിരി ആയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എടുത്തറിയും. ഇപ്പം നമ്മളിപ്പോൾ മൂപ്പിച്ചത് കൊണ്ട് അത്ര ഒന്നും മനസ്സിലായിട്ടില്ല നമ്മൾ ചേർത്തെന്നുള്ളത്. അപ്പോൾ കറിക്കൊരു നല്ല കൊഴുപ്പ്. അല്ലെങ്കിൽ തന്നെ ആ ഉരുളൻകിഴങ്ങൊക്കെ അങ്ങ് വെന്ത് നന്നായിട്ടങ്ങ് വെന്തങ്ങ് അരിഞ്ഞത് കൊണ്ട് നല്ല കളറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഗ്രേവി നല്ല കൊഴുപ്പ് ഗ്രേവിയല്ലേ. എന്നിട്ട് ആ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ആ നേരം കൊണ്ട് ഞാൻ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്തായിരുന്നു, അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ. ഞാൻ മുട്ട വേവിക്കുമ്പോൾ മിക്കവാറും 1-2 മുട്ട ചിലപ്പം അധികമായിരിക്കും, ചിലപ്പം ഒന്നും പൊട്ടാതെ കിട്ടും, ചിലപ്പം ചിലതൊക്കെ ഒന്ന് പൊട്ടി വരും. അപ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പം നിങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതേ രീതിയിൽ ഈ കടലമാവ് ഇങ്ങനെ വറുത്ത് കറി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അതോ പിന്നെ പച്ചയ്ക്ക് ചിലർ ചേർത്തിട്ട്, പക്ഷേ ഞാനിങ്ങനെ പച്ചയ്ക്ക് ഞാനും ചേർത്തിട്ടുണ്ട് കടലക്കറിക്കും ഇതിനൊക്കെ. പക്ഷേ ഇങ്ങനെ ഈ മസാലയുടെ കൂട്ടം ഞാൻ മൂപ്പിച്ച് ചേർത്തിട്ടില്ല. ഒന്ന് കമൻറ്റിൽ ഒന്ന് പറയണേ. അപ്പം മുട്ടയൊക്കെ ഞാനൊന്ന് പൊളിച്ചെടുക്കുക. ഒരു മുട്ട അങ്ങനെ പൊട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പം അരപ്പൊന്ന് തിളച്ച് വന്നു. പക്ഷേ ഇപ്പം അരപ്പ് ഇത്തിരി ചാറായിട്ടാണ് കിടക്കുന്നത്. ഇത്തിരി തണുത്ത് കഴിഞ്ഞ് ഞാനിത് ഓഫാക്കി ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടിത് നന്നായിട്ടങ്ങ് തിക്കായായിരുന്നു. അപ്പോൾ ഇവിടെ ഇച്ചിരി ചാറ് വേണം. ഇവിടെ ചപ്പാത്തിക്ക് കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ ചപ്പാത്തി എല്ലാവർക്കും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അഴിക്ക് മാത്രം ബൗളിൽ കൊടുക്കും. കൊച്ചവനാന്നേലും ഇവനാന്നേലും ഞാൻ ഇങ്ങനെ പാത്രത്തിൽ അവർക്ക് സൈഡിൽ ഒഴിക്കുന്നത് ഇഷ്ടം. ഇവനൊരു സ്റ്റൈലുണ്ട് ബോളിന് ഒഴിക്കുന്നത് തന്നെ. ചപ്പാത്തി നൂത്ത് വെച്ചിട്ട് പകുതി കറി ചപ്പാത്തിയുടെ മുകളിലും പകുതി ഇങ്ങനെ പാത്രത്തിലുമായിട്ടായിരിക്കണം. കൊച്ചിന് പക്ഷേ അങ്ങനെയൊന്നുമില്ല, നമ്മളങ്ങനെ മടക്കിയിട്ട് സൈഡിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇവൻ ഓരോ സ്റ്റൈലുണ്ട് കറി ഒഴിക്കുന്നതിന് വരെ. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞ് തന്നെ വേണ്ട കുറേയും കൂടെ ഒന്ന് വറ്റിയിട്ടുണ്ട്. പക്ഷെ ചാറ് നല്ല കുറുകലുണ്ട്. ഒരാൾക്ക് കൊടുത്തു. ഞാൻ ജീരകം ഇട്ടാൽ വെള്ളം തിളപ്പിച്ച് ആ ജീരകം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ അതും ഒന്ന് അരിച്ചൊഴിച്ചതാണ്. ഇനിയിപ്പോൾ പോളിന് കൊടുക്കാൻ പോവുക. അപ്പോൾ ഞാൻ ഒഴിക്കാമെന്ന് പറഞ്ഞു, മമ്മി ഒഴിക്കണ്ട ഞാൻ ഒഴിക്കാമെന്ന് പറഞ്ഞ് അവൻ ചപ്പാത്തിയെ ഒന്ന് സ്റ്റൈലിൽ വെച്ചിട്ട് ചപ്പാത്തിയുടെ മുകളിലും പേപ്പറിലുമായിട്ട് പ്ലേറ്റിലുമായിട്ട് അവന് വേണം. അപ്പം ബീഫൊക്കെ ഞാനൊന്ന് കഴുകി വാരി എടുത്തിട്ടുണ്ട്, വിനാഗിരി ഉപ്പും ഒക്കെ ഇട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഇവിടെ ഇവർക്ക് ഒട്ടും ഫാറ്റ് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇച്ചിരി ഇടുന്ന, അന്നേരം ചിലതിലൊരിച്ചിരി ഉണ്ടെങ്കിൽ അവർ ഈ അച്ചാറിന് കട്ട് ചെയ്യുന്നത് പോലെ ഇത് കട്ട് ചെയ്യാൻ റീച്ചാനങ്ങ് പറയും. ഞാൻ പറയും സാരമില്ല ഇച്ചിരി ഇരുന്നു. അന്നേരം അവർ പറയും ഭായ് സാബ് ഇതുകൂടി ഇച്ചിരി ഇരിക്കുന്നതാ കറിക്ക് നല്ലത്. ഞാൻ പറയാം ഇച്ചിരി ഇട്ടേക്കാൻ. അപ്പോൾ റീച്ചാൻ പറയും അത് ഞങ്ങൾക്ക് തരാതെ മാറ്റി വെച്ചേക്കണമെന്ന്. ഇവിടെ ഇവർക്ക് ആർക്കും അത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൂടെ ഇച്ചിരി ഉണ്ടെങ്കിൽ കറിക്ക് ഇച്ചിരി ടേസ്റ്റ് ഉണ്ട്. പിന്നെ ശരീരത്തിന് നല്ലതല്ല, ശരി തന്നെ. ഞാനിതിൽ ഇച്ചിരി ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് കൈ കൊണ്ട് ഞെവിടിയിട്ട് അത് വെള്ളം ഒട്ടും വേണ്ട. ഇവിടെ നല്ല വെള്ളമാണ്. ഇവിടെ നാട്ടിലത്തേനേക്കായി ബീഫിനും വെള്ളമാണ് ഇവിടുത്തെ ബീഫിന്.
ഞാനൊരു 2 കിലോയോളം അടുപ്പിച്ച് ബീഫുണ്ട്. അതിലേക്കൊരു 4-5 സവാള, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി അല്ലി കേട്ടോ, വെളുത്തുള്ളി. പിന്നെ ഞാൻ ഇഞ്ചി അരച്ച് വെച്ചതിൽ നിന്ന് 3 കഷ്ണം ഇഞ്ചി അതുകൂടെ ചേർത്ത് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം സൈസിൽ 2 ടൊമാറ്റോ അതുകൂടെ ഇട്ടിട്ട് ഈ ടൊമാറ്റോയുടെ മുകളിൽ ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഞാൻ അടച്ചു കൊടുക്കും. പിന്നെ തുറന്ന് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴന്ന് വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായി കുറച്ച് നേരം അടച്ചൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് 1/2 ടീസ്പൂണോളം ഇട്ടാൽ നമ്മൾ വേവിച്ച്. എന്നാലും ഈ നോൺ വെജ് ഒക്കെ ആകുമ്പോൾ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടുതലിടും. ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ ഞാൻ പറഞ്ഞില്ലേ കാശ്മീരി 2 സൈസ് കൂടെ ഇടുന്നത്, 2 ടേബിൾ സ്പൂൺ ഇതും 1.5 ടേബിൾ സ്പൂൺ മറ്റേതും. കുരുമുളക് ഞാനൊരു 2 ടീസ്പൂൺ ഇതിൽ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. നമ്മൾ 1 ടീസ്പൂൺ ചേർത്തല്ലേ വേവിച്ചത്, അതുകൊണ്ട്. എന്നിട്ട് ഒരു 3 ടീസ്പൂൺ 1 ടേബിൾ സ്പൂണോളം ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് തീ ഏറ്റവും കുറച്ചിട്ട് നന്നായി മസാലകളൊന്ന് വേവിച്ചെടുക്കാം. കാരണം അത് ഇളക്കി കുറച്ച് നേരം ഞാൻ അടച്ചൊക്കെ കൊടുത്ത് നന്നായിട്ട് അതിൽ നിന്ന് ആ ഉള്ളിയിൽ നിന്നൊക്കെ എണ്ണയൊക്കെ വിട്ട് വരുന്നത് പോലെ നമുക്ക് തോന്നും. കാരണം നന്നായിട്ട് ഇതൊക്കെ അങ്ങ് വഴന്ന് വരും. ആ പരുവം വരെ നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് വറുത്തിട്ട് ഈ കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഇട്ടൊന്ന് മൂപ്പിച്ച് ആ സമയം കൊണ്ട് ഞാനിവിടെ അരപ്പ് ചേർത്ത് കണ്ടോ, കപ്പ നന്നായി വേവുന്നതായിരുന്നു. അരപ്പ് ഞാൻ അരച്ചതിലിട്ടിട്ടുണ്ട്. അതിൻ്റെ അരപ്പിൽ തന്നെ ഞാനങ്ങ് ഉപ്പ് ചേർത്ത്, അതുകൊണ്ട് ഇപ്പോൾ ഇനിയും ചേർക്കണ്ട. ആ അരപ്പിട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതവിടെ കിടന്ന് വേവട്ടെ. അപ്പം കുക്കറിൽ ഞാനൊരു ആദ്യം 2 വിസിൽ പെട്ടെന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തീ കുറച്ചിട്ടിരുന്നു. അത് കിടന്ന് അത് വേവണം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഈ പ്രഷർ വിട്ടാൽ ബീഫ് ഒട്ട് വേവത്തുമില്ല. വേണമെങ്കിൽ വെള്ളം ഒട്ട് വറ്റുകയും ചെയ്യും. ഞാൻ വെള്ളം ഒഴിച്ചതേ അല്ല. എന്നിട്ട് ഞാൻ ഒഴിച്ചില്ലേ വെള്ളം, അതിൻ്റെ അകത്ത് വെള്ളമാണ്. അപ്പോൾ ഞാൻ ഈ മസാലയ്ക്കകത്ത ബീഫിൻ്റെ അകത്തെ വെള്ളം ഒഴിച്ച്. ഇവിടെ ഈ പിള്ളേർക്ക് നന്നായി വേവണം. ഇത് നന്നായി വെന്തതുകൊണ്ട് പോളനെ ഒത്തിരി ഇഷ്ടമായി. അവൻ പറഞ്ഞ് ഹായ് നന്നായിട്ടങ്ങ് സോഫ്റ്റായിരുന്നു. ഇന്നൊരു പോളിനൊരു അബദ്ധം പറ്റി. അതായത് പോള് 7 മണിക്ക് പോയാൽ 2 മണിയാകുമ്പോഴാണ് വരുന്നത്. വന്ന് വിശന്നിട്ടാണ് വന്ന് കണ്ണു കാണാതെ വിശന്ന് കയറി വരും. അപ്പം ഞാൻ ചപ്പാത്തി ഇതുകൂടെ കൊടുത്ത് അത് കഴിച്ചു. അപ്പം ബീഫ് ഉണ്ടാക്കുന്ന കണ്ടു. എന്നിട്ട് ആളെന്നോട് ചോദിച്ചു, എന്താ മമ്മി നാളെ പൊറോട്ട വാങ്ങിക്കുന്നോന്ന്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ പൊറോട്ടയൊന്നും കൊള്ളത്തില്ലല്ലേ, നമ്മുടെ കേരള പൊറോട്ട അല്ലല്ലോ എന്ന്. അപ്പം ഞാൻ എന്നാൽ പറയാനായിട്ട് ചിന്തിച്ചു എന്നാൽ ഇവനൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ, രാത്രി ഇവൻ കഴിക്കാൻ നേരം കണ്ടാൽ മതി, ഇവൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ട് അത് നോക്കാമെന്ന് ചിന്തിച്ച്. അപ്പോൾ കൊച്ചവൻ എന്നോട് എന്നിട്ട് ഞാൻ കൊച്ചവനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചാച്ചനോട് പറയണ്ട കപ്പ ഇന്നുണ്ടെന്ന് കേട്ടോ, അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ആ ഓക്കെ. അവനോട് അങ്ങനെ പറഞ്ഞാൽ അവൻ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് വേണേ ചോദിക്കും. ഈ ഇവന്മാരുടെ നമുക്ക് ഇങ്ങനെ രഹസ്യം പറയാക്കത്തില്ല. അച്ചാച്ചാ ഇതെന്തോ ഉണ്ടാക്കി രാത്രി ആപ്കോ സർപ്രൈസ് ചെയ്ത് വേണേ പറയും. ഞാൻ പറഞ്ഞു നീ അങ്ങനെ കാണും ഒന്നും ചെന്ന് പറയലൊന്നും മിണ്ടല്ലത്. എന്നിട്ട് ആൾ കഴിച്ചിട്ടങ്ങ് പോയി. എന്നിട്ട് രാത്രിയിലുണ്ടല്ലേ എന്നാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം പറയാമെന്ന് ചിന്തിച്ചത്. പിന്നെ ചിന്തിച്ച് പിന്നെ ഇങ്ങനെ രാത്രി നമുക്ക് മനസ്സിലാക്കാമെന്ന്. രാത്രി കപ്പ ഇതുകൂടെ കൊടുത്തതുമല്ല, എൻ്റെ ദൈവമേ സീലിങ്ങിൽ ചെന്ന് തല മുട്ടാഞ്ഞത് കാര്യം. അവനൊരു തുള്ളിച്ചാട്ടോ. അയ്യോ ഇതെപ്പോൾ ഉണ്ടാക്കി. ഞാൻ തന്നെ ചോദിച്ചടാ നിനക്ക് ഈ വെളുത്തുള്ളിയുടെയൊക്കെ അരപ്പിൻ്റെ ഒന്നും മണവും വന്നില്ലേ. അന്നേരം അവൻ പറഞ്ഞു മമ്മി ബീഫ് കറിയുടെ സ്മെല്ല്. അന്നേരം അതാ എനിക്ക് മനസ്സിലായത്, കപ്പയുടെ ആ മണം അങ്ങ് ബീഫ് കറി അങ്ങ് കവർ ചെയ്ത്. അപ്പോൾ അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അവന് മനസ്സിലായനായിരുന്നു. അവൻ അടുക്കളയിൽ വന്ന് നോക്കിയനായിരുന്നു ഈ കപ്പയൊക്കെ ഇളക്കുന്ന ആ മണമൊക്കെ. പക്ഷെ ആളിങ്ങോട്ട് 2 മണിക്ക് വന്നപ്പം മുറിക്കകത്ത് ഇങ്ങനെ കതവ് തുറന്ന് കയറി വന്നോടെ അവൻ പറഞ്ഞ് ബീഫിൻ്റെ സ്മെല്ലായിരുന്നെന്ന് രാത്രി പറഞ്ഞു. എന്തോന്നേന് പോളിന് ഇന്നൊരു സർപ്രൈസ് ഡിന്നറായിരുന്നു. ഇതിലിച്ചിരി വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത്, ഉള്ളി, കറിവേപ്പില. അപ്പം കടുകും വറുത്ത് ചേർത്തു. അതിൻ്റെ അകത്ത് ഇപ്പം തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയൊക്കെ ആയിരുന്നെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റായിരുന്നു. ഇവന്മാർക്കതൊന്നും അത്ര കൊച്ചുള്ളി ഇല്ലായിരുന്നു. തേങ്ങാക്കൊത്ത് ചിലപ്പോൾ തിന്നും, അല്ലെങ്കിലും എനിക്ക് കൊത്തിയെടുക്കാനും വയ്യായിരുന്നു.
സമയമില്ലായിരുന്നു. അപ്പോൾ ഇതിനൊരു ഇത്തിരി ഡാർക്ക് കളറാണ്, പക്ഷേ അത് ഈ വീഡിയോയ്ക്കകത്തൂടെ ഒരു ഇത്തിരി ചുമന്ന കളർ പോലെ കാണുന്നത്. അതാ ഞാൻ പല സൈഡ് വെച്ച് നോക്കിയത്, ഏത് സൈഡിൽ വെച്ചാൽ ഒരു ഡാർക്ക് കളർ കിട്ടുമെന്ന്. എന്തോ അന്നേരം ഇത്രയും നേരം ഇപ്പോൾ വിയർത്ത് കുളിച്ച് ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ ഇവിടെ. എന്തോന്നാലും ഞാൻ ഇച്ചിരി കഴിക്കാൻ എടുത്തു. ഞാൻ കഴിക്കാനെടുത്തിട്ട് ഞാൻ ഈ പറയുന്നതൊന്നും കേൾക്കുകയും ചെയ്തില്ല. അവന്മാർ രണ്ടും കൂടെ അവിടെ ഭയങ്കര എന്തോ കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഇച്ചിരി എന്തോ എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ടുണ്ടേ. ഇനി നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാം കേട്ടോ. കൊതി ഉള്ളവരൊക്കെ കൊതി വിടുക, ചുരുക്കം ചിലർക്ക്. എന്നേരം ഇപ്പം നിങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളത്രയും കൊതിയൊന്നും ഞങ്ങൾക്കില്ലെന്ന്. ഇല്ലെങ്കിൽ സാരമില്ല കേട്ടോ, നല്ല കാര്യം. എൻ്റെ കൂട്ട് കൊതി ആർക്കും വരരുത് കേട്ടോ. കപ്പ നന്നായി വേവുന്നതായിരുന്നു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു കപ്പയ്ക്ക് ഞാൻ 2 പ്രാവശ്യം ഉപ്പിട്ടോ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ഈ ചാനൽ വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.